നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നമുക്ക് ഓരോ നിമിഷവും ജീവിച്ചു പോകണമെങ്കിൽ പണം ആവശ്യമാണ്, അതിന് വരുമാനവും ആവശ്യമാണ്. ഇത്തരത്തിൽ നമുക്കുണ്ടാവേണ്ട വരുമാനങ്ങളെ പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തേത് ആക്റ്റീവ് ഇൻകം, രണ്ടാമത്തേത് പാസീവ് ഇൻകം. നമ്മൾ രാവിലെ എണീറ്റ് ഏതെങ്കിലും ഒരു ജോലിക്ക് പോകുന്നുണ്ട്, അതിൽ നിന്നും നമുക്ക് വൈകുന്നേരം പൈസ ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നു, ഒരു മാസമാകുമ്പോൾ ശമ്പളം ലഭിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നു, അതിൽ നിന്നും ദിവസമോ ആഴ്ചയിലോ ലാഭമുണ്ടാക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന വരുമാനത്തെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. സാധാരണയായി എല്ലാവർക്കുമുള്ള വരുമാനവും ആക്റ്റീവ് ഇൻകം ആണ്. രണ്ടാമത്തെ വരുമാനമാണ് പാസീവ് ഇൻകം അല്ലെങ്കിൽ നിഷ്ക്രിയ വരുമാനം എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പാസീവ് ഇൻകം എന്ന് വിളിക്കാം. നമ്മൾ പണിയെടുത്തില്ലെങ്കിലും ഉറങ്ങുമ്പോഴും വരുമാനം ലഭിക്കുന്നതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. പണത്തെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ക്രിയ ചെയ്യാതെ വരുമാനം ഉണ്ടാവുക, ഇങ്ങനെയുള്ള ഡെഫിനിഷനുകളെയാണ് നിഷ്ക്രിയ വരുമാനം അല്ലെങ്കിൽ പാസീവ് ഇൻകം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത്തരത്തിൽ പാസീവ് ഇൻകം ഉള്ളവരാണ് സമൂഹത്തിൽ സമ്പന്നരായി വെൽത്തിയായി എന്നെന്നും ജീവിക്കുന്നത്. നിരവധി രീതിയിൽ നമുക്ക് പാസീവ് ഇൻകം സൃഷ്ടിക്കാൻ സാധിക്കും. കുറച്ച് പാസീവ് ഇൻകം സൃഷ്ടിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയാം. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കടമുറി ഉണ്ടെങ്കിൽ, ഒന്നിലധികം വീടുണ്ടെങ്കിൽ അത് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന വാടക വരുമാനത്തെ നമുക്ക് പാസീവ് ഇൻകം എന്ന് പറയാം. ഏതെങ്കിലും ഉപകരണങ്ങൾ വാങ്ങി വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്നും കിട്ടുന്ന വരുമാനവും, വാഹനങ്ങൾ വാങ്ങി വാടകയ്ക്ക് കൊടുത്ത് ലഭിക്കുന്ന വരുമാനവും ട്രഡീഷണൽ ആയിട്ടുള്ള പാസീവ് ഇൻകം സ്രോതസ്സുകളാണ്. നിങ്ങളൊരു ബുക്ക് എഴുതി അതിന്റെ റോയൽറ്റിയിൽ നിന്നുള്ള വരുമാനവും, യൂട്യൂബിൽ വീഡിയോ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും, നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ബിസിനസ് ചെയ്യാൻ കൊടുത്ത് അതിൽ നിന്നും കിട്ടുന്ന ലാഭവും, എന്തിനേറെ പറയുന്നു ബാങ്കിൽ FD ഇടുന്നത് പോലും നമുക്കൊരു പാസീവ് ഇൻകം ലഭിക്കുന്ന ഉറവിടങ്ങളാണ്. നിങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ അത് സിറ്റിയിലാണെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കൊടുക്കുന്നതും, ആ സ്ഥലത്ത് എന്തെങ്കിലും സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ അനുമതി കൊടുക്കുന്നതും എല്ലാം തന്നെ പാസീവ് ഇൻകം സൃഷ്ടിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ജോലിയെടുത്ത് കിട്ടുന്ന പൈസ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് മ്യൂച്വൽ ഫണ്ടിലോ ഓഹരി വിപണിയിലോ നിക്ഷേപിക്കുകയും വർഷങ്ങൾ കഴിയുമ്പോൾ അതിൽ നിന്ന് ലാഭം എടുക്കുകയോ വർഷത്തിൽ ഡിവിഡന്റായി കിട്ടുന്ന പണമോ നിങ്ങൾ പിൻവലിക്കുമ്പോൾ അതും പാസീവ് ഇൻകത്തിൽ പെട്ടതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ക്രമാനുഗതമായി വീഡിയോകൾ ചെയ്ത് ഒരു കോഴ്സ് സൃഷ്ടിക്കാനായാൽ അതും ഓൺലൈനിൽ വിറ്റുകൊണ്ട് അല്ലെങ്കിൽ യൂട്യൂബിലോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ അപ്ലോഡ് ചെയ്തുകൊണ്ടും നമുക്ക് വരുമാനം നേടാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എന്തെങ്കിലും കാര്യത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനം നമ്മുടെ ചെലവുകളേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയതായി കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ആക്റ്റീവ് ഇൻകം അല്ലെങ്കിൽ ജോലിയില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിത ചെലവുകളും ലൈഫ് സ്റ്റൈലും മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. എന്നാൽ ആക്റ്റീവ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ പാസീവ് ഇൻകം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കൂ എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അതുകൊണ്ട് നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ അതിൽ നിന്നും പരമാവധി വരുമാനം നേടുവാനും അതിൽ കിട്ടുന്ന വരുമാനത്തെ ചെലവുകൾ ചുരുക്കി പരമാവധി സേവ് ചെയ്ത് പാസീവ് ഇൻകം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ സ്ഥിരമായി നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ദിവസം നിങ്ങൾ പാസീവ് ഇൻകം സൃഷ്ടിക്കുന്ന ഒരാളായി തീരുക തന്നെ ചെയ്യും. അതായത് നിങ്ങളുടെ ആക്റ്റീവ് ഇൻകം എന്നാണോ നിൽക്കുന്നത് അന്ന് നിങ്ങൾക്ക് പാസീവ് ഇൻകത്തിൽ നിന്നും വരുമാനം വന്നുകൊണ്ടേയിരിക്കും. എന്നും പണിയെടുത്ത് ജീവിത ചെലവുകൾക്ക് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആക്റ്റീവ് ഇൻകത്തോടൊപ്പം തന്നെ പാസീവ് ഇൻകം എങ്ങനെ ഉണ്ടാക്കാം എന്ന് തല വെച്ച് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസുകൾ കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക.